നാം പണ്ട് ഉത്തരേന്ത്യയിൽ കണ്ടതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കാരണം ഈ നേതാക്കളെ തങ്ങളുടെ ഭാഗത്താക്കുക എന്ന ഒരു ശ്രമം നടക്കുകയാണ് കേരളത്തിൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായി നടക്കുന്നത് ചേറ്റൂർ ശങ്കരൻ നായരുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പണ്ട് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഇപ്പോൾ BJP ദത്തെടുക്കുകയാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി കുറച്ച് നാൾ മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് ഹരിയാനയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിലാണ് ഇദ്ദേഹത്തെ ഓർത്തെടുത്തത്. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ തർക്കമാണ്, ആരവസാനം സ്വന്തമാക്കും. അല്ല, ഒന്ന് ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സുകാർക്ക് അറിയത്തില്ല ആരാണ് ഈ ചേറ്റൂർ ശങ്കരൻ നായർ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ശങ്കരൻ നായരെ കുറിച്ച് 5 മിനിറ്റ് സംസാരിക്കുമോ? അല്ലെ, ഒരു പേജിൽ എഴുതിത്താ ചേറ്റൂർ ശങ്കരൻ നായർ ആരാണ് എന്നുള്ളത്. ഈ നാളുകൾക്ക് മുമ്പ് ഞാൻ ചേറ്റൂർ ശങ്കരൻ നായരുടെ ഈ വീട്ടിലെ പാലക്കാട് ഒറ്റപ്പാലമാണെന്ന് മാത്രം അറിയാം. അത് കൃത്യമായ സ്ഥലം ഇപ്പോഴാണ് അറിയുന്നത്, മങ്കരയാണെന്നുള്ളത്. ഞാൻ പാലക്കാട് DCC ഓഫീസ് വരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ചേറ്റൂർ ശങ്കരൻ നായരുടെ വീട്ടിലെ ഒരു നമ്പർ തരാമോ? നമ്മളെ ഒരു ഇൻ്റർവ്യൂവോ ഫോണിലൂടെയൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. അന്ന് ഇവിടെ ആദ്യം ഇന്ദിരാഭവനിൽ വിളിച്ചു. ഇവർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ചേറ്റൂർ ശങ്കരൻ ആവൂ എന്നൊക്കെയാണ് പറയുന്നത്, കേൾക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ അവിടുത്തെ പാലക്കാട്ടെ നമ്പർ ഇതാ DCC. ഇവിടെ ആരും ഇല്ല, വരട്ടെ, എന്നിട്ട് നമ്പർ നോക്കട്ടെ, എടുത്തു തരാം. ഇത് ചേറ്റൂർ ശങ്കരൻ നായർ ആരാണെന്ന് അറിഞ്ഞെങ്കിലല്ലേ. അവരാണ് ഇതിപ്പോൾ എങ്ങനെ ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിക്കുന്ന കാര്യത്തിൽ മുമ്പിട്ട് വന്നത് BJP അല്ലേ? അതിനുശേഷമാണ് കോൺഗ്രസ്സുകാർ ചാടി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ അനുസ്മരണമൊക്കെ നടത്താനിരുന്നു. അതിനു മുമ്പ് പോയി BJP അത് നടത്തുകയും ചെയ്തു. അതിന് ഇവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ കോൺഗ്രസ് മുക്തഭാരതം ആക്കും എന്ന് പറഞ്ഞ BJP കോൺഗ്രസ്സിലെ നേതാക്കന്മാരെ അങ്ങ് ദത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ഇത് ചേറ്റൂർ ശങ്കരൻ നായർ നെഹ്റു കുടുംബമൊന്നും അല്ലല്ലോ. ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരെന്നല്ല, ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആരൊക്കെയാണ്? അവർ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ പേര് പിന്നെ പറയത്തില്ല, പിന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പിന്നെ വധേരയും വേണേ പറയും. ഇതേ പറയത്തുള്ളൂ. ഈ നെഹ്റു കുടുംബത്തിൽ അല്ലാതെ വേറൊരു പേര് ഇവർ പറയത്തില്ല. സർദാർ വല്ലഭായ് പട്ടേൽ എന്ത് പറയുന്നില്ല ഇവർ, അല്ലേ? പിന്നെ ചേറ്റൂർ ശങ്കരൻ നായരെ എന്തുകൊണ്ട് ഇതുവരെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കാതിരുന്നത് എന്തുകൊണ്ട്? ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നരസിംഹറാവുവിന്റെ പേര് പോലും പറയത്തില്ല. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് പുറത്ത് ഒരാളെ ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പോലും അവർ തയ്യാറാകത്തില്ലല്ലോ. ഇപ്പം കൊടുത്തിരിക്കുന്ന ആർക്കാ? മല്ലികാർജുൻ ഖാർഗെ ആരാണെന്ന് കൃത്യമായി നമുക്കറിയാം. ഖാർഗെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സിൽബന്ധിയായിട്ട് ഇങ്ങനെ നിന്നോളും. നമ്മളെപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, സോണിയാഗാന്ധിയുടെ അടുക്കളയിലെ കുശിനിക്കാരനാണ്. അതാണ് പറയേണ്ടത്. ഒരു കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് പല ദൃശ്യങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. മീറ്റിംഗ് വരുമ്പോൾ സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുമ്പോൾ മാത്രമായിരിക്കും അദ്ദേഹം ഖാർഗെ സംസാരിക്കുന്നത്. അതെ, അപ്പുറവും ഇപ്പുറവും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക, ഇനിയിപ്പോൾ നോക്കി വധേരയും കയറും അങ്ങ്. കയറിയിട്ടുണ്ട്. ഇവരേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും തന്നെ ഇല്ലെന്നുള്ളതാണ്. അപ്പം ഇവരെ അല്ലാതെ ഒരാളെ നിയന്ത്രിക്കാൻ ഏർപ്പെടുത്തുമോ? എന്തുകൊണ്ട് തരൂര് മത്സരിക്കാൻ വന്നപ്പോൾ തരൂരിനെ തന്നെ ഇവരെന്താ എതിരില്ലാതെ അങ്ങ് എടുക്കാൻ? എന്താ തരൂരിന് ഇതൊക്കെ പറഞ്ഞാലും തലയ്ക്കകത്ത് ആൾതാമസമുണ്ട്. മറ്റൊരാളുടെ ഈ വിടുവായിത്തം കേട്ട് പറയുന്ന ആളല്ല. അദ്ദേഹത്തിന് മറ്റു ചില കുഴപ്പങ്ങളുണ്ടെങ്കിലും, മറ്റു കുഴപ്പങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നല്ല MP എന്നുള്ള രീതിയിൽ മികച്ചെന്നല്ല, ഒരു നേട്ടവും ഇല്ല കേട്ടോ. പക്ക പരാജയമാണ് തിരുവനന്തപുരത്ത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഇറങ്ങും, വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാം ആണ് എൻ്റെയും കൂടെ കഴിവാണ് എന്ന് പറയും. പല്ലിയുടെ ധാരണയുണ്ടല്ലോ, പല്ലിയാണ് ഈ ഉത്തരം താങ്ങുന്നതെന്ന്. അത്രയേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹവും ഇറങ്ങുന്നതേ ഉള്ളൂ. 5 തവണ 2009, 14, 19, 4 തവണയായിട്ട് 24 MP ആയിട്ടിരിക്കുക. തിരുവനന്തപുരത്തിന് യാതൊരു പുരോഗതിയും ഇല്ലെന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ചില ആശയങ്ങളും ഒക്കെ ഉണ്ട്, കോൺഗ്രസിനെ ഏത് തരത്തിൽ നന്നാക്കി കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ
തരൂരിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നാൽ അവരുടെ പിടിയിൽ നിൽക്കത്തില്ല. നെഹ്റു കുടുംബത്തിൽ നിന്ന് ഇത് സംഭവം പോകും. അതുകൊണ്ടാണ്. പക്ഷെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്നുള്ളതിനേക്കാൾ ഒരു 20 സീറ്റെങ്കിലും അധികം നേടുമായിരുന്നു, ഉറപ്പായും. അതിനൊന്നും ഇവർ തയ്യാറല്ല. കാരണം ഇവരുടെ കുടുംബ കേന്ദ്രീകൃതമായിട്ട് നിൽക്കണം. ആ കുടുംബ കേന്ദ്രീകൃതമായതിനെ താങ്ങി നിൽക്കാനായിട്ട് കുറേ കേരളത്തിലെ ആയാലും മറ്റ് സംസ്ഥാനങ്ങളിലെ ഒക്കെയുണ്ട്. ഇപ്പം ഈ വേണുഗോപാൽ തന്നെ എന്താ ചെയ്യുന്നത്? രാഹുലിനെ താങ്ങിയല്ലേ നിൽക്കുന്നത്. അല്ലാതെ വേണുഗോപാലിന് നിലനിൽപ്പുണ്ടോ? അത് രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി തന്നെ എന്ന് പറയുന്നത് വേണുഗോപാൽ പറയുന്നതനുസരിച്ച്, ഓതുന്നതനുസരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വേണുഗോപാൽ അവിടെ നിൽക്കുന്നത്. നേട്ടം ഉണ്ടാക്കാൻ തന്നെ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പറയുന്നത് BJPക്ക് പറയാൻ നേതാക്കളില്ല, അതുകൊണ്ടാണ് തങ്ങളുടെ നേതാക്കളെ എടുക്കുന്നതെന്നാണ്. കോൺഗ്രസ്സിൽ ഇനി ഏത് നേതാക്കന്മാരെയാണ് പറയേണ്ടത്? ഈ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ നെഹ്റു കുടുംബം വിട്ടൊരു പേര് ഒന്നും പറയത്തില്ലല്ലോ. കോൺഗ്രസ്സിലുള്ള ഇപ്പം തന്നെ പ്രണബ് മുഖർജിയെ പോലുള്ള ഒരാൾ അല്ലേ, ഇവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനല്ലായിരുന്നു. അപ്പം അങ്ങനെ അതുപോലെ നരസിംഹറാവുവിനെ അവരെ ഒന്നും പ്രതീക്ഷിച്ചതല്ല. മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നിരുത്തിയിട്ടും എന്താ നടത്തിയത് അല്ലേ? സോണിയ ഭരിച്ചു. ഈ മൻമോഹൻ സിംഗിനെ ഈ ചെക്കൻ അവഹേളിച്ചു വിട്ടില്ലേ? ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ബില്ല് മുഴുവൻ വലിച്ചു എറിയുകയൊക്കെ ചെയ്തില്ലേ? എന്തൊരു അവഹേളനമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ വലുതല്ലേ മൻമോഹൻ സിംഗിൻ്റെ. ചിദംബരം പിന്നെ ഇവരുടെ കൂടെ നിന്ന് ഇത്തരത്തിലുള്ള എല്ലാ കള്ളത്തരങ്ങളും കൂട്ടു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ മൻമോഹൻ സിംഗിനെയൊക്കെ ഇങ്ങനെ ഒരു സ്റ്റാമ്പായി നിർത്തിക്കൊണ്ട് സോണിയാഗാന്ധിയുടെ ഭരണമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നെഹ്റു കുടുംബം വിട്ടൊരു കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു തകർച്ചയ്ക്കിടയാക്കുന്നത്. അതാണ് ശശി തരൂരൊക്കെ 23 അംഗ സംഘം ആദ്യം ഇത് മുമ്പോട്ട് വെച്ചിട്ടില്ലേ പല കാര്യങ്ങളും. അതിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ഒക്കെ പോയി. ഇപ്പോൾ തരൂർ മാത്രം ഇടയ്ക്കിടയ്ക്ക് മോദിയെ ചില കാര്യങ്ങളിൽ പ്രൈസ് ചെയ്യും. അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നുമില്ല എന്നുള്ളതാണ്. അത് തരൂർ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടങ്ങ് പറയുന്നുണ്ടെന്നുള്ളതാണ്. ഈ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് കൃത്യമായി കോൺഗ്രസിൽ നിന്നൊരു അനുസ്മരണം വയ്ക്കുക ആർക്കറിയാം എന്നുള്ളതാണ്. ഇവരാരും തന്നെ ഇപ്പം കാമരാജിനെ അറിയുമോ ഇവരെ അല്ലേ, തമിഴ്നാട്ടിലെ? അതുപോലെ കേരളത്തിലെ നിരവധി കോൺഗ്രസ്സുകാരുണ്ടല്ലോ, നേതാക്കന്മാരുണ്ട്. അതുപോലും ഇവർ മറന്നിട്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പം തന്നെ വയനാട്ടിൽ നിന്ന് ജയിച്ചിട്ടുള്ളൊരു MP ആണ് KP ഉണ്ണികൃഷ്ണൻ. ഈ ഉണ്ണികൃഷ്ണനെയൊക്കെ മറന്നിട്ടില്ലേ പലരും? ഉണ്ണികൃഷ്ണൻ പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനായിരുന്നു. ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. വടകരയിൽ നിന്നായിരുന്നു. ഇടയ്ക്ക് ഇന്ദിരാഗാന്ധിയൊക്കെ ആയിട്ട് അവസാനം തെറ്റി. ഇന്ദിരാഗാന്ധി തന്നെ വടകരയിൽ വന്നിട്ട് ഈ ഉണ്ണികൃഷ്ണനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നുള്ള മറ്റൊന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ നല്ല എഴുത്തുകാരനും പത്രപ്രവർത്തകനും ഒക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ്സിനകത്ത് പ്രഗത്ഭരെയൊന്നും കോൺഗ്രസ്സുകാർക്ക് അറിയില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ചേറ്റൂർ ശങ്കരൻ നായർ മരിച്ചിട്ട് വർഷം എത്രയായി? ഇനി ഇവരെ ഓർക്കുമോ? ഇന്നലെ ഇവിടെ നിന്ന് പോയവരെ ഈ കോൺഗ്രസ്സുകാർ ഓർക്കുന്നില്ല, പിന്നെയാണോ ഈ ചേറ്റൂർ ശങ്കരൻ നായരെ ഓർക്കുന്നത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.